ദൈവത്തിന് അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉയർത്ത കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് ശേഷം യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണമാണ് ഈ രണ്ട് വാക്യങ്ങളിൽ. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു അവൻ പുറപ്പെട്ടു, എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ഈ വലിയ ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. യേശു കർത്താവ് ഉയർത്തു എന്നുള്ളത് ശിഷ്യന്മാർ ലോകത്തിന് കൊടുത്ത ദൂതാണ്. സാധാരണക്കാരായ ശിഷ്യന്മാരെ കൊണ്ട് കർത്താവ് ദൈവപുത്രൻ ലോകത്തെ ഇളക്കുവാൻ സാധിച്ചു. ഈ ഉയർപ്പിൻ്റെ ശക്തിയിൽ കർത്താവ് ഉയർപ്പിൻ്റെ ആ അസെൻഷൻ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പോയത് പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് നമ്മൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ, കർത്താവ് നമ്മൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ പോകുന്ന ഇമ്മാനുവേലായി നമുക്ക് വേണ്ടി കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ട് ഈ കർത്താവ് നമ്മളോടൊപ്പം ഇന്നും അന്നും എന്നുമുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ പ്രസ്ഥാനമെന്ന് പറയുന്നത് ഇതൊരു മൂവ്മെൻറ്റാണ്, ഇതൊരു മതമായിപ്പോയി. ഇന്ന് ക്രിസ്തീയ മതമായതിന് പോലും അതിൻ്റേതായ അനുഗ്രഹമുണ്ട്, ഒരു മതത്തിൻ്റേതായ അനുഗ്രഹമുണ്ട്. എന്നാൽ മതമല്ലിത്, ഇതൊരു മാർഗമാണ്. ഇതാർക്കും സ്വീകരിക്കാവുന്ന മാർഗമാണ്. ഈ മാർഗത്തിൽ സ്വീകരിക്കുന്ന ഏത് വ്യക്തി ജീവിതത്തിനും അനുഗ്രഹമുണ്ടാകും. ഈ മാർഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാം നമ്മളുടെ കാര്യങ്ങൾ ചെയ്തു പോകുവാൻ ഒരടിസ്ഥാനമിടുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വലിയ വാർത്തയാണ് എന്നെയും നിങ്ങളെയും സന്തോഷഭരിതനാക്കുന്നത്. ഈ വാർത്തയാണ് നമുക്ക് ശക്തി നൽകുന്നത്. ഈ ശക്തി ലോകമെമ്പാടും ഈ ശിഷ്യന്മാർക്ക് പുറപ്പെടുവിക്കുവാൻ സാധിച്ചതുപോലെ ഇന്നും കർത്താവിനെ അറിയാത്തവർക്ക് ഈ കർത്താവിനെ കൊടുക്കുവാൻ ഞാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നോർത്തോണം. നമ്മൾ തൃപ്തരായിരിക്കുവാനല്ല, നമ്മുടെ മരണം വരെ കർത്താവിനെ കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് യേശുവിനെ കൊടുക്കുവാൻ, യേശുവിനെ നൽകുവാൻ, യേശു പറഞ്ഞ കാര്യം ചെയ്തുകൊണ്ട് യേശുവിനെ നൽകുവാൻ എനിക്ക് നിങ്ങൾക്കും ഈ ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾക്ക് പുതിയ ബലവും പുതിയ ശക്തിയും നൽകി ഞങ്ങളെ ശിഷ്യരാക്കിയിരിക്കുന്നു. ഈ ശിഷ്യത്വത്തിൽ ഞങ്ങൾ ലോകമെമ്പാടും നിനക്ക് വേണ്ടി അനേകരെ വാർത്തെടുക്കുവാൻ സഹായിക്കണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ ശിഷ്യത്വത്തിന് ബലം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബലത്തിൽ മുൻപോട്ട് പോകാൻ സഹായിക്കണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.